ധാരാളമായി കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ചെറിയ ശിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്കുണ്ടാകുമോ ഇല്ലേ? ഈ വന്നിരിക്കുന്ന ഈ കൊച്ചു സംഘത്തിന് ചെറിയ ശിർക്ക് സംഭവിക്കുമോ ഇല്ലയോ? സംഭവിക്കാം, സംഭവിച്ചിട്ടുണ്ടാവാം, ഇനിയും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരുമിച്ചുകൂടിയ ഒരു സദസ്സിനോട് ഈ ശിർക്കിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ആരാണ് ആ സദസ്സിലുള്ളത്? ആരാണ് ആ സദസ്സിലുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. ഇവരെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു സദസ്. ഇവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് റസൂൽ വാക്കുകൊടുത്തിട്ടുണ്ട്. 10ഓളം സഹാബാക്കൾക്ക് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത റസൂൽ അറിയിച്ചിട്ടുണ്ട്. ഇവരിയ്ക്കുന്ന സദസ്സിനോടാണ് അള്ളാന്റെ റസൂൽ സംസാരിക്കുന്നത്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കൽ അസ്ഗർ. ഏയ് സഹാബാക്കളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് എനിക്ക് പേടിയില്ല, പക്ഷേ നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ പേടിക്കുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കിനെ കുറിച്ചാണ്. സ്വാഭാവികമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചോദിക്കും. അവർ ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, വമശ്ശിർക്കുൽ അസ്ഗർ, എന്താണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഖാല, റസൂലുള്ള മറുപടി പറയുന്നു, റിയാ, അത് ലോകമാന്യതയാണ്, അതാണ് ലോകമാന്യം, ഇതാണ് ചെറിയ ശിർക്ക്, ഇതാണ് ചെറിയ ശിർക്ക്. അപ്പൊ ലോകമാന്യത ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ അമലുകൾ നാം അറിയാതെ പൊളിഞ്ഞു പോകും. നമസ്കരിച്ച മുഴുവൻ നമസ്കാരങ്ങളും ബാത്തിലായി പോകും. ചെയ്തു കൂട്ടിയ നോമ്പുകളും കൊടുത്തുകൂട്ടിയ സക്കാത്തുകളും അത് നഷ്ടമായി പോകും. എന്തിന്റെ കാരണത്താൽ? നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ തിന്മയുടെ ഭാഗമായി നിൽക്കുന്ന ലോകമാന്യത നിത്യജീവിതത്തിലേക്ക്, മനസാന്തരങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക്, വിചാരങ്ങളിലേക്ക്, നിയത്തുകളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അതുകൊണ്ട് 7 കൂട്ടർക്ക് നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകുമെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആരാണെന്നറിയുമോ? വലത് കൈ കൊടുത്ത സക്കാത്ത്, വലത് കൈ കൊടുത്ത സ്വതക്ക, ദാനധർമ്മങ്ങൾ അത് ഇടത് കൈ പോലും അറിയാത്തവർ, അവർക്കാണ് ഒരു തണല്. ഒരുപാട് ആളുകൾക്ക് തണൽ കൊടുക്കുമ്പോൾ വലത് കൈ കൊടുത്ത ധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ആരറിഞ്ഞിട്ടില്ല? ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല. ഇത്ര വളരെ സ്വകാര്യമായി ചെയ്തവരായിരുന്നു അവർ. ആരുടെ പ്രീതി ആഗ്രഹിച്ച്, ആരുടെ വജ്ഹ് നാളെ കാണുമെന്ന് പ്രതീക്ഷിച്ച്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ നാഥനെ ആ സ്വർഗീയ പൂങ്കാവനത്തിൽ വെച്ച് കണ്ടുമുട്ടാമല്ലോ എന്ന പ്രതീക്ഷയിൽ മാത്രം ധർമ്മം ചെയ്തവർ, മാത്രം നന്മ ചെയ്തവർ, സുഹൃതം ചെയ്തവർ, ദാനധർമ്മങ്ങൾ നിർവഹിച്ചവർ, ഇവർ റിയാഇന്റെ പട്ടികയിൽ നിന്ന് പുറത്താണ്. എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഉള്ളവരാണ്, തഖ്വയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകമാന്യത നമ്മുടെ മനസ്സിൽ നിന്ന് പോവണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്, ഇല്ലെങ്കിൽ നഷ്ടാണ്. ഇപ്പോ ഈ സദസ്സിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. ഈ സദസ്സിൽ ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ പല നിയ്യത്തും ഉണ്ടാവും. ഒരാളുടെ നിയ്യത്ത് എന്താണെന്നറിയോ? എല്ലാവരും പോകുന്നുണ്ട്, ഞാനൊക്കെ നിന്റെ പ്രവർത്തകനല്ലേ, എങ്ങനെ പോവാതിരിക്കും? ഈ നിയ്യത്തുമായി ഈ ക്ലാസ്സിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് കൂലിയില്ല എന്ന് മാത്രമല്ല, അവന് കുറ്റമാണ് ലഭിക്കുക. കുറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വന്നിട്ടില്ലെങ്കിൽ ആ കുറ്റം കിട്ടൂല. പക്ഷെ വന്നിട്ടും നിയ്യത്തെന്താ? ഞാനൊക്കെ നിന്റെ സംഘാടകരാണ്, പ്രവർത്തകന്മാരാണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ മോശമാണ്, അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് ഒരാൾ ഈ ക്ലാസ് കേൾക്കാൻ വന്നതെങ്കിൽ അവന് ലഭിക്കുന്നത് കുറ്റമാണ്, കൂലിയില്ലെന്ന് മാത്രമല്ല. അതുമാത്രമല്ല, ഇശാ നമസ്കരിച്ചു നമ്മളെല്ലാവരും. ഇശാ നമസ്കരിച്ചില്ലേ? നമസ്കരിച്ചു. ഇശാ നമസ്കരിച്ചപ്പോ ഒരുപാട് ആളുകൾ ഇശാഇന്റെ ജമാഅത്തിൽ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും കൃത്യമായ കൂലി കിട്ടണമെന്നില്ല. ഇല്ല. എന്തേ കാരണം? നീയത്ത് വ്യത്യസ്തമാണ്. റബ്ബ് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അവൻ നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ കോലങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. വലാകിൻ യൻദുർ, അവൻ നോക്കുന്നത് ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃത്തടങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. നിങ്ങൾ ചെയ്ത നമസ്കാരമാകുന്ന പ്രവർത്തനം
എത്രമാത്രം ഇഖ്ലാസോട് കൂടിയാണ് അവൻ നിർവഹിച്ചത് എന്ന് നോക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞു കിടക്കുന്ന നിയ്യത്ത് എന്ത് എന്നുകൂടി റബ്ബ് പരിശോധിക്കും. ഇതറിയാൻ ഈ ലോകത്ത് ഒരു മെഷീനുമില്ല, ഒരു സംവിധാനവുമില്ല. ആധുനിക ടെക്നോളജി വികസിച്ച് അതിന്റെ ഉത്തുംഗതയിൽ നിൽക്കുന്നുവെന്ന് നാം പറയുമ്പോഴും മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയാൻ, മനസ്സിന്റെ തേട്ടങ്ങൾ അറിയാൻ, മനസാന്തരത്തിലുള്ള വികാരങ്ങൾ അറിയാൻ ഒരു സംവിധാനവും ലോകത്തില്ല. അതറിയുന്ന നാഥൻ അവിടേക്കാ നോക്കുന്നത്. ഇവന്റെ നെയ്യത്തെന്ത്, ഇവന്റെ വിചാരമെന്ത് ഇത് ചെയ്യുമ്പോൾ. ഈ സദസ്സിൽ നിന്ന് ഞാൻ നിങ്ങളൊരു കലക്ഷൻ ചോദിക്കുകയാണ്. കലക്ഷൻ ഇല്ലട്ടോ, ഒരു ഉദാഹരണം പറയാണ്, പേടിക്കണ്ട. ഒരു കലക്ഷൻ ചോദിച്ചൊന്ന് കൂട്ടിക്കോളൂ. എല്ലാവരും കൊടുത്തത് 10 രൂപ. എല്ലാവരും 10 കൊടുത്തത്. എല്ലാവർക്കും ഒരേ കൂലിയല്ല. എന്തേ? എല്ലാവരും നൽകിയത് 10. പക്ഷേ എല്ലാവർക്കും ലഭിക്കുന്നത് 10 പ്രതിഫലമാവണമെന്നില്ല. ചില ആളുകൾക്ക് 1 പ്രതിഫലം, ചില ആളുകൾക്ക് 10 പ്രതിഫലം, ചില ആളുകൾക്ക് 200, 300, 400, 500 പ്രാവശ്യം ധർമ്മം ചെയ്തതിന്റെ കൂലി ഉണ്ടാവും. ചില ആളുകൾക്ക് 700 ഇരട്ടി വരെ വരാം. എന്താ കാരണം? അത് നെയ്യത്തിനനുസരിച്ചാണ്. ചില ആളുകൾ കൊടുക്കുമ്പോ ഒരു കൂലി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു കുറ്റം രേഖപ്പെടുത്തും. അതിനെന്താ കാരണം? ചില ആളുകളോട് പിരിവ് ചോദിക്കുമ്പോ അതാ ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നു, ഒരു പാത്രം വരുന്നു, അല്ലെങ്കിൽ പിരിവ് ചോദിക്കുന്നു. അപ്പോ അടുത്തുള്ള ആളിലേക്ക് നോക്കൂ, ഓൻ എത്രയാ കൊടുക്കുന്നത് എന്ന്. ഓൻ 10 നഞ്ഞ മോശാക്കണ്ട, 10 ആയിക്കോട്ടെ. ഇവന് കൂലിണ്ടോ? ഇല്ല. നല്ല പണക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില്, എല്ലാവരും 10 കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനും 10 കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ 10 ഇട്ടു. എന്നാൽ ഒരു പാവപ്പെട്ട സുഹൃത്തിന്റെ പോക്കറ്റിൽ ആകെ 10 ഉള്ളൂ. അവൻ വിചാരിക്കുന്നു, റബ്ബിന്റെ കോടതിയിൽ എനിക്ക് സ്വർഗം കിട്ടണം, എന്റെ കയ്യിൽ ആകെ 10 ഉള്ളൂ, ബസ്സിന് പോകാനുള്ള പണം കൂടി ഇതിൽ നിന്ന് എടുത്തു വെക്കാനില്ല, എങ്കിലും വേണ്ട, നടന്നാലും ശരി, റബ്ബിന്റെ കോടതിയിൽ എനിക്ക് കൂലി കിട്ടട്ടെ. ഓന്റെ നിയ്യത്തും അല്ലാഹ് അറിയുന്നു. അവന് 10 കൂലി, അവന് 10 രൂപന്റെ കൂലിയല്ല ലഭിക്കുക. എന്തേ കാരണം? നിയ്യത്താണ് റബ്ബ് നോക്കുന്നത്, കൊടുത്ത സംഖ്യയുടെ വലുപ്പം മാത്രമല്ല. അങ്ങനെ പല നിയ്യത്തിലും കൊടുത്തവരുണ്ടാകും. എല്ലാവരും കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കാതിരിക്കും? പ്രാഗി പറഞ്ഞ് മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പോടുകൂടി കൊടുത്തവരുണ്ടാകും. അവർക്കോ കുറ്റമാണ് ലഭിക്കുക. ഇതാ റിയാ എന്ന് പറഞ്ഞ, അതല്ലാതെ കടയിൽ പോയി 2 കിലോ റിയാ തരാൻ പറഞ്ഞ അങ്ങനെയൊന്നും കിട്ടുന്ന സാധനമല്ലത്. നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന, ആരും അറിയാത്ത വിധത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ സാധ്യതയുള്ള ഒന്നാണ് റിയാ, ലോകമാന്യത. ഇതെങ്ങനെ പോവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന്? തഖ്വ റിയാഇന് പകരമായി സ്ഥാപിക്കണം. ഇഖ്ലാസ്, അത് ആത്മാർത്ഥത ഈ ലോകമാന്യതയ്ക്ക് പകരമായി നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കണം. ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും, ഒരാളും കണ്ടിട്ടില്ലെങ്കിലും, ഒരാളും കേൾക്കുന്നില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച നാഥൻ ഇത് കാണുന്നു, അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ആ തഖ്വ ഏതിന് ഉദാഹരണം അറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആടിനെ മേയ്ക്കുന്ന ബാലങ്ങൾ കേട്ട ചരിത്രമാണ്. പക്ഷെ ഈ വിഷയം പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലൻ, ആ ബാലനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വേഷപ്രച്ഛന്നനായി വന്ന ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോനെ, ഈ ആട്ടിൻ കൂട്ടത്തിൽ ഒരു ദിവസം ഒരുപാട് ആടുകൾ പ്രസവിക്കുന്നുണ്ട്, വമ്പിച്ച ആട്ടിൻകൂട്ടമാണിത്. ഇതിൽ നിന്ന് 1, 2, 3, 4 ആട്ടിൻകുട്ടികളെ ചെന്നായ പിടിച്ചുകൊണ്ടുപോയാൽ ഇതിന്റെ യജമാനൻ അറിയില്ല, ഇതിന്റെ മുതലാളി അറിയില്ല, നിന്നതിനേൽപ്പിച്ച ആരോ അവൻ ആരും അറിയില്ല. അതുകൊണ്ട് ഒരു ആട്ടിൻകുട്ടിയെ എനിക്ക് സമ്മാനമായി തരണം. ഈ ആട്ടിൻകുട്ടിയെ, ഈ ആട്ടിടങ്ങളെ നോക്കി ആ ബാലനുണ്ടല്ലോ, അവൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അവൻ തരാൻ പറ്റില്ല എന്നറിഞ്ഞു. അപ്പൊ വേഷപ്രച്ഛന്നനായി വന്ന ഉമർ തിരിച്ചു ചോദിക്കുന്നു, നീ നാട് ഭരിക്കുന്ന ഉമറിനെ പേടിച്ചിട്ടാണോ തരാത്തത്? ഉമർ അങ്ങ് ദൂരെയല്ലേ മോനെ, നിനക്ക് തന്നുകൂടെ? ഉമർ അങ്ങ് ദൂരെയല്ലേ, ഉമർ ഒരിക്കലും അറിയില്ല. ഈ ആട്ടിടയൻ പറയുന്ന മറുപടി എന്തറിയോ? ഉമർ ഇത് കാണുന്നില്ലെങ്കിലും എന്നെയും നിങ്ങളെയും ആ ഉമറിനെയും എന്റെ യജമാനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ നാഥൻ ഇത് കാണുന്നുണ്ട്. ഞാൻ അവന്റെ കോടതിയിൽ വെച്ച് എന്ത് മറുപടി പറയും? ഞാൻ അവന്റെ കോടതിയിൽ വെച്ച് എന്ത് മറുപടി പറയും? ആരാ ഈ ചോദിക്കുന്നത്? ആടിനെ മേക്കാൻ മാത്രം അറിയുന്ന ഒരാട്ടിടയൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉപ്പമാരെ, നമ്മുടെ നാട്ടിൽ ചന്തയിലേക്ക് നാക്കാലികളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ടാവും. അവരോട് പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ഈ സംശയം. ഒരാട്ടിടയന്റെ അന്നത്തെ ഈമാൻ, പള്ളിയുമായി, ക്ലാസുകളുമായി, ഇസ്ലാഹി സെന്ററുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഈമാനിന്റെ 10 മടങ്ങ്, നമ്മുടെ ഈമാനിന്റെ എത്രയോ ഇരട്ടി വർദ്ധിച്ചു നിൽക്കുന്ന രംഗമാണ് ഈ ആട്ടിടയന്റെ മറുപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആട്ടിടയന്റെ ഈമാനെങ്കിലും നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയോ ഇങ്ങനെ ഒരു മറുപടി? നമ്മൾ പറയോ ഇങ്ങനെ ഒരു മറുപടി? ഇവിടുത്തെ ഭരണകൂടത്തെ പേടിച്ചിട്ടോ,
ഇവിടുത്തെ നിയമപാലകരെ പേടിച്ചിട്ടോ, അതല്ലെങ്കിൽ കമ്പനി മാനേജർമാരെ പേടിച്ചിട്ടോ, അതല്ലെങ്കിൽ നമ്മുടെക്കാൾ മേലെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെട്ടിട്ടോ പലപ്പോഴും തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും സൃഷ്ടിച്ച ഒരു നാഥൻ ഇത് കാണുന്നുണ്ടല്ലോ എന്ന നിയ്യത്തോടുകൂടി തിന്മയിൽ നിന്ന് മാറി നിന്നവർ എത്ര പേരുണ്ട്? ചിന്തിക്കണം. അതിന് രാവും പകലും വ്യത്യാസമില്ല. ഈ ബോധമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്ന ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി, ദൂതനായി, റസൂലായി കടന്നു വരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് പറഞ്ഞതെന്താണെന്നറിയോ? രാത്രിയിൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ, തണുപ്പുള്ള രാത്രിയിൽ, അന്നത്തെ മുദ്രാവാക്യം തന്നെ കള്ള് പെണ്ണ് യുദ്ധം, ഇത് മതി ഞങ്ങൾക്ക് എന്നായിരുന്നു. കള്ള് വേണം, പെണ്ണ് വേണം, യുദ്ധം വേണം, ഇത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ആ ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ഒരു പെണ്ണ് പറഞ്ഞതെന്താണെന്നറിയോ? ഈ കൂരിരുട്ടുള്ള രാത്രിയിൽ, ഈ തണുപ്പുള്ള രാത്രിയിൽ എന്റെ വീട്ടിൽ ആരുമില്ല, എന്റെ വീട്ടിൽ ആരുമില്ല. പക്ഷേ എന്നെ സൃഷ്ടിച്ച ഒരു നാഥൻ ഇത് കാണുന്നില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ തിരക്കേടില്ല എന്ന് വിചാരിച്ച് ചുറ്റുപാടിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ ഉപയോഗിച്ച് ഞാൻ എന്റെ കട്ടിലിനെ ചലിപ്പിക്കുമായിരുന്നു. എനിക്കുമുണ്ട് വിചാരങ്ങൾ, വികാരങ്ങൾ. പക്ഷെ എനിക്കത് ചലിപ്പിക്കാൻ കഴിയില്ല. എന്റെ നാഥൻ ഇത് കാണുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ കൂടെ തെണ്ടി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്കതിന് സാധ്യമാവാത്തത് എനിക്ക് മാംസമില്ലാത്തത് കൊണ്ടല്ല, ജീവനില്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല. എന്റെ നാഥൻ എന്നെ കാണുന്നുവല്ലോ. ഇത് ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ഒരു പെണ്ണിന്റെ വാക്കായിരുന്നു. എന്ത് പറയാനുണ്ട് നമുക്ക്? നമുക്കെന്ത് പറയാനുണ്ട്? ആ പെണ്ണിന്റെ ഈമാനുണ്ടോ നമുക്ക്? അപ്പൊ റിയാ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകണമെങ്കിൽ അവിടേക്ക് തെക്കുവ സ്ഥാപിക്കണം. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് തന്നെ, ഞാൻ ഇന്ന് ഈ ക്ലാസിന്റെ ഏതൊക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അവിടൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് മാത്രം പറയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഒരാൾ വീട്ടിലേക്ക് ഓടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അയാളെ ശ്രദ്ധിച്ചു. എന്താ ഇയാൾ ഇങ്ങനെ ഓടാൻ കാരണം? ശരി, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, പെട്ടെന്ന് മനുഷ്യനല്ലേ, പല ആവശ്യങ്ങളുണ്ടാവും. രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു, മൂന്നാമത്തെ ദിവസവും ആവർത്തിച്ചു. ദിവസങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അയാളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ പല ദിക്റുകളും പറയാനുണ്ട് അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതൊക്കെ പറയാണ്ട്. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം ഒക്കെ ചെല്ലുന്നുണ്ട് എല്ലാവരും. അവിടെ ഇരുന്നിട്ട് ഇയാളോ ഇതൊന്നും നിൽക്കുന്നില്ലേ? ഇതൊന്നും നിനക്ക് ചെല്ലാനില്ലേ? ചോദിച്ചു. ദിക്റൊന്നും ചെല്ലാനില്ലേ? റബ്ബിനോട് നിനക്ക് പ്രാർത്ഥന നടത്താനില്ലേ? അയാൾ പറഞ്ഞ മറുപടി, റിയാ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്റെ, ലോകമാന്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന മറുപടിയാണ് ആ സഹോദരൻ അമീറുൽ മുഅ്മിനീനായി നിൽക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന മറുപടി. എന്തായിരുന്നു അയാൾ പറഞ്ഞറിയോ? എന്റെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്. എന്തിനാ ഓടുന്നത്? അതിനെന്തിനാ ഓടുന്നത് സുഹൃത്തുക്കളെ? എന്റെ വീട്ടിൽ ചെറിയ കുട്ടികളാണ്, അവർ ഉണരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. ഉമർ റളിയല്ലാഹു ചോദിച്ചു, അല്ല, അവരോടൊന്നോട്ടെ, കുഴപ്പമില്ലല്ലോ, പ്രാർത്ഥിച്ച് ദിക്റൊക്കെ ചൊല്ലിട്ട് പോയാൽ പോരെ? വീണ്ടും അയാൾ പറഞ്ഞു, എന്റെ അയൽവാസിയുടെ ഈത്തപ്പന മരം അത് ചെരിഞ്ഞു നിൽക്കുന്നു എന്റെ മുറ്റത്തേക്ക്. രാത്രികാലത്ത് അതിൽ നിന്ന് ധാരാളം ഈത്തപ്പഴങ്ങൾ എന്റെ മുറ്റത്തേക്ക്, എന്റെ വീട്ടിന്റെ അടുത്തേക്കാണ് വീഴാറുള്ളത്. ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളും പ്രാർത്ഥനകളുമായി പള്ളിയിൽ അല്പസമയം കൂടി ഇരുന്നാൽ പ്രായപൂർത്തിയാകാത്ത എന്റെ മക്കൾ ഉറക്കത്തിൽ നിന്നുണരും. അവർക്ക് ധർമ്മമെന്ത് അധർമ്മമെന്തെന്നറിയില്ല, ഹലാൽ എന്ത് ഹറാം എന്തെന്നറിയില്ല. അത് തിരിച്ചറിയാനുള്ള പ്രായം അവർക്ക് ശരിക്കായിട്ടില്ല. ഞാൻ ഈ പള്ളിയിൽ വഴുകിക്കഴിഞ്ഞാൽ, അങ്ങോട്ടെത്താൻ വഴുകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എന്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് ഭക്ഷിച്ചാൽ ഹറാമായ ഒരു ഈത്തപ്പഴം എന്റെ മക്കളുടെ വയറ്റിലേക്ക് എത്തും. അതുകൊണ്ട് മക്കൾ ഉണരുന്നതിന് മുമ്പ് വീട്ടിലെത്തി ആ ഈത്തപ്പഴങ്ങളെല്ലാം പൊറുക്കിയെടുത്ത് അയൽവാസിയുടെ വീട്ടുവളപ്പിലേക്ക് കൊണ്ടിടാനാണ് ഞാൻ ഓടുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ.
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ നെല്ലി പൂത്തു നിൽക്കുന്ന സമയം, കായ്ച്ചു നിൽക്കുന്ന സമയം, നെല്ലിക്ക വീണുകൊണ്ടിരിക്കുന്ന സമയം, മാമ്പഴങ്ങൾ വീണുകൊണ്ടിരിക്കുന്ന സമയം, സുബഹിക്ക് പോലും പള്ളിയിൽ പോകാത്ത കുട്ടിയെ ഒരു ഉമ്മ വിളിച്ചുണർത്തുന്നു. എന്തിനു വേണ്ടി? അയൽവാസിയുടെ മാമ്പഴം എടുത്ത്, അയൽവാസിയുടെ നെല്ലിക്ക പൊറുക്കിയെടുത്ത് അയൽവാസിയുടെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടിടാനല്ല. നേരം വെളുത്താൽ കുട്ടി കച്ചറയുണ്ടാക്കും. ഞാൻ ഉമ്മയോട് ഇന്നലെ പറഞ്ഞിരുന്നു, എന്നെ നേരത്തെ വിളിക്കണം, അപ്പുറത്തെ കുട്ടികളൊക്കെ പൊറുക്കിക്കൊണ്ടുപോയില്ലേ എന്ന് കുട്ടി ചോദിക്കുമ്പോ, മോനെ ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി ടോർച്ചും കൊടുത്ത് പറഞ്ഞയക്കുന്ന ഉമ്മമാരാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ എന്ത് ഈമാനാ നമുക്കുള്ളത്? എന്ത് ഇഖ്ലാസാ നമുക്കുള്ളത്? ആരെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്? അന്ത്യയാമങ്ങളിൽ കൂരിട്ടി നട്ടപ്പാതിരാക്ക് പടച്ചതമ്പൂരാൻ കാണുന്നു എന്ന ബോധമില്ലെങ്കിൽ ആരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്? ഇതാണ് റിയാ എന്ന് പറഞ്ഞാൽ. ആരും കാണാനില്ലെങ്കിലും കേൾക്കാനില്ലെങ്കിലും എന്റെ റബ്ബിനെ കാണുന്നു എന്ന ബോധം അതാർക്കുണ്ടോ അവൻ